ലലക്ഷന്റെ ബറോസ് ഒരൊറ്റ വാക്കിൽ ഈ സിനിമയെ പറ്റി പറയണമെന്ന് വെച്ചാൽ മഹാ അത്ഭുതം അല്ലെങ്കിൽ എയ്ത്ത് വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സിനിമ റോങ് ഓഡിയൻസിലാണ് എത്തിപ്പെട്ടത്. അതാണ് പ്രശ്നം. ഇത് കുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ പടമല്ല. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ 150 കോടി മുടക്കിയെടുത്ത വലിയൊരു സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. സോ ലാലേട്ടന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു സിനിമ ഡയറക്ട് ചെയ്യണം എന്നൊക്കെ. അതിൽ അഭിനയിച്ചിരിക്കുന്ന ലാലേട്ടന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ തന്നെയാണ്. എന്നാ പിന്നെ അവരെ മാത്രം അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് നമ്മളെ അങ്ങോട്ട് വെറുതെ വിടായിരുന്നു. ഇതിപ്പോ നാട്ടുകാരെ നെഞ്ഞത്ത് കയറിയ അവസ്ഥയാണ്. സോ വലിയ വലിയ കമ്പനീസ് ഒക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പ്രോഫിറ്റിന്റെ 2% എന്താ നാടിനെ നന്നാക്കാൻ കൊടുക്കും. നമ്മുടെ ലാലേട്ടൻ 150 കോടിയാണ് മുടക്കിയിരിക്കുന്നത് നാട്ടുകാരെ നന്നാക്കാൻ, നാട്ടുകാരെ ഉറക്കിപ്പിക്കാൻ. സോ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഒക്കെ എഴുതി തരുന്ന പോലെ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷം ഒരു ദിവസം 3 അങ്ങനെയൊന്നുമല്ല. എപ്പൊ തോന്നണോ ഒരു അരമണിക്കൂർ ഇരുന്ന് കാണാം. 2.5 മണിക്കൂറിന്റെ നാടകമാണ്. സുഖമായി കിടന്ന് ഉറങ്ങാം. നല്ല കിട്ടില്ലെന്ന് ഉറക്കമായിരിക്കും. മറ്റെന്താണ് ക്വാളിറ്റി, ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള നാടകം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയിലെ ആദ്യത്തെ ഒരു സീൻ ഉണ്ട്, മറ്റേ ലാലേട്ടന്റെ ഒരു ഇൻട്രോ ഉണ്ട്. അത് കണ്ടിട്ട് എനിക്ക് ലാലേട്ടൻ വരെ ചിരിച്ചു പോകും. അമ്മാരി ഒരു ഇൻട്രോ ആണ് എടുത്തു വെച്ചിട്ട് എന്താ വൂഡോയോ ജൂഡോയോ ലൂഡോയോ അങ്ങനെ ഏതൊരു സാധനം ഉണ്ട്. അതിന്റെ വായിലാണിച്ച് 2 ഡബിൾ മുണ്ട് അങ്ങോട്ട് തിരികെ കൊടുക്കണമെന്നാണ് തോന്നിയത്. അമ്മാരി വെറുപ്പിക്കലായിരുന്നു. ചീവീട് പോലും കരഞ്ഞിട്ട് ഇത്ര വെറുപ്പിച്ചിട്ടില്ല. സോ ലാലേട്ടൻ എക്സ്പെരിമെന്റൽ സിനിമയിൽ അഭിനയിക്കാൻ ആൾക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുക, ആന്റണിക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം. പക്ഷെ എടുക്കുമ്പോൾ എക്സ്പെരിമെന്റൽ പടം എടുത്തിട്ട് നാട്ടുകാരെ കൊല്ലുക തന്നെ വേണം കേട്ടോ. ഇപ്പൊ കുറെ എണ്ണം വന്ന് പറയും ഇത് പിള്ളേർക്കുള്ള പടമാണ്, മുതുക്കന്മാര് കാണേണ്ടതൊന്നും അല്ലാന്ന്. പലട്ടി 90s കിഡ്സ് പിള്ളേർക്കുള്ള പടമായിരുന്നു. അതെന്താ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യണം വെച്ചാൽ 10 വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കില്ല പറയണം. കാരണം പിള്ളേർ മാത്രം കണ്ടാൽ മതിയല്ലോ. അല്ലെങ്കിൽ OTT റെസ്ട്രിക്ഷൻസ് വെക്കണം, 10 വയസ്സിന് മുകളിലുള്ളവർ കാണാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റേ പലോട്ടി 90s കിഡ്സ് ഒക്കെ കാണിച്ചു കൊടുത്തു സ്കൂളിൽ നിന്ന് കൊണ്ടേക്കാണെങ്കിൽ നാട്ടുകാരെ വെറുപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. എന്തോന്നേട്ടെ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരുവിധം എല്ലാവരും എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഫ്രണ്ട്സും ഫാമിലി അവർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. സോ അവർക്ക് മാത്രം കാണാനുള്ള ഒരു രീതിയിൽ ഇറക്കിയാൽ മതി. ലാലേട്ടൻ എല്ലാ കൊച്ചുങ്ങൾക്കും ഒരു അമർചിത്ര കഥ അതിന്റെ ഒരു 5 സ്റ്റാറും വെച്ച് കൊടുത്താൽ മതി. അവർക്കും നല്ല സന്തോഷം. വേണമെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് ഒപ്പിട്ട് കൊടുത്താൽ മതി. അവർക്കും നല്ല സന്തോഷം. ഇത്രയും പൈസ പോവില്ല. ഇപ്പൊ നമ്മൾ മറ്റേ വിനയന്റെ മറ്റേ എക്സ്പെരിമെന്റൽ മൂവി അതിശയം കണ്ടതാണ്. അതേപോലെ തന്നെ മൈഡിയ കുട്ടിച്ചാത്തം കണ്ടത്. അതൊക്കെ ഇപ്പൊ വന്നാലും നമ്മൾ ഇരുന്ന് കാണും. അതിപ്പോ പിള്ളേര് അല്ലെങ്കിൽ കളവന്മാര് അങ്ങനത്തെ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. ഇത് എന്തോ ഇത് പിള്ളേർക്ക് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് പിള്ളേർ കാണാത്ത സിനിമകളില്ല. അതിന്റെ ഇടയ്ക്കാണ് ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം പോലെ ഈ സിനിമ. സോ ബേസിക്കലി ഞാനും മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഞാനൊരു ബ്ലൈൻഡ് ഫാൻ അല്ല. എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കിടിലനാണ് അല്ലെങ്കിൽ ഇത് ഫാനിസത്തിന്റെ ബേസിൽ പറയണം അങ്ങനെയൊന്നും അല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം.